സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇനി നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരുപാട് മെഴുകലുകൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചിരുന്നു. ആ മെഴുകലുകൾക്കെല്ലാം ശേഷം വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ പിരിവെട്ടിയ അണ്ണാക്ക് തുറന്നിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്കെല്ലാം മറുപടി ഇന്ന് കൊടുത്തു തുടങ്ങി. അതായത് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ്റെ ഒരു പട്ടാളം നമ്മുടെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഈ പറയുന്ന സംഘികളുമായിട്ടൊരു സഖ്യം ചേർന്നിട്ട് ആ സംഘികളുടെ ഇ.ഡി. വേട്ടപ്പട്ടികളെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച വി.ഡി. സതീശൻ, മേനോൻ മകൻ വി.ഡി. സതീശന്റെ ഒരു പരിപാടി നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിന് പിന്നാലെ എല്ലാ മാധ്യമങ്ങളും, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഓടി നടന്ന് ഈ പറയുന്ന വി.ഡി. സതീശന്റെ അടുത്ത് ചോദിക്കുകയാണ്, സാർ എന്താണ് CM എന്താണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇ.ഡി. പോയതിനെ പറ്റി താങ്കൾക്ക് പറയാനുള്ളതെന്ന്. അപ്പോഴെല്ലാം പൂക്കിത്തരം മാത്രം കാണിച്ചുകൊണ്ട് നടക്കുന്ന പൂക്കി മുഖ്യമന്ത്രിക്ക് മൗനമായിരുന്നു. ഒന്നും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. എന്ത് ചോദ്യം ചോദിച്ചാലും ഇങ്ങനൊരു ചിരി മാത്രം. എന്നാൽ ആദ്യത്തെ ഒരു ദിവസം മുഴുവനായിട്ടും ചിരിക്കാൻ അദ്ദേഹം മറന്നുപോയി. അങ്ങനെയുള്ള ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖത്ത് വലിയ ഗൗരവഭാവം, ചോദ്യങ്ങളിലോടൊന്നും പ്രതികരിക്കാതെ എന്ത് ചോദിച്ചാലും കേട്ടിട്ടേ ഇല്ലെന്നുള്ള മട്ടിൽ പോകുന്ന വി.ഡി. സതീശനെ നമ്മളവിടെ കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വി.ഡി. സതീശന്റെ മൗനമെല്ലാം വെടിഞ്ഞ് വി.ഡി. സതീശൻ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കാണാനിടയുണ്ടായി. ആ പോസ്റ്റുകളിലൊക്കെ വി.ഡി. സതീശൻ മുൻപ് പറഞ്ഞിട്ടുള്ളതും ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയാണ് മെൻഷൻ ചെയ്യുന്നത്. അതിൽ റിപ്പോർട്ട് ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: മെയ് 18, 2026 ചുമതലയേറ്റതിന് പിന്നാലെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ വേറെ ആരുടെ അടുത്ത് പറയുന്നതിന് മുൻപ് അത് നിങ്ങളോടെ പറയൂ. അതെന്റെ വാക്കാണ്. വാക്കാണല്ലോ പ്രധാനം. മെയ് 26 ഇങ്ങനെ ആരെങ്കിലും ഇരുന്ന് തരുമോ? പാവത്തിനെ പോലെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് മെയ് 29 ആയപ്പോൾ, അതായത് ഇന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം, എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കേണ്ട അവകാശം എനിക്കാണ്, അത് തീരുമാനിക്കേണ്ടത് മാധ്യമങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വി.ഡി. സതീശൻ്റെ ആ ഒരു മെഴുകലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇതുപോലെ മിണ്ടാതെ ഇരുന്ന് എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നൊരു മുഖ്യമന്ത്രിയെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നായിരുന്നു വി.ഡി. സതീശൻ അന്ന് ചോദിച്ചത്. എന്നിട്ട് ഇന്നിപ്പോൾ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറയുന്നത്, എവിടെ എന്ത് എപ്പോൾ പറയണമെന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, അതിനുള്ളൊരു അവകാശമെങ്കിലും എനിക്ക് തരണ്ടേ, അല്ലെ എനിക്ക് തന്നൂടെ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ തെളിവ് സഹിതം ഒന്ന് കാണിച്ചു തരട്ടെ. ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് എത്രത്തോളം വസ്തുതയുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റിൽ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ടുള്ള ആളുകൾക്ക് ഞാനൊരു തെളിവ് സഹിതം കാണിച്ചു തരാം. ആ തെളിവ് പങ്കുവച്ചിരിക്കുന്നതും റിപ്പോർട്ട് ചാനൽ തന്നെയാണ്. ആ ഒരു വീഡിയോ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ സൈഡിൽ നോക്കിയോ. ഇങ്ങനെ ആരെങ്കിലും ഇരുന്നേരും പാവത്തിനെ പോലെ ചോദിക്കണ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് ഞാൻ കണ്ട ചോദിക്കുക. ഞാൻ വേറെ ആരെടുത്തും പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയൂ, അതിന്റെ വാക്കാണ്. അപ്പോ ഇതിനു മുമ്പ് നമ്മൾ വി.ഡി. സതീശനോട് മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ഓർമ്മിച്ചിട്ട് വന്നാലോ. ഒന്നും മറക്കില്ല രാമ എന്നല്ലേ, കേട്ടിട്ട് വരാം. ഇങ്ങനെ ആരെങ്കിലും ഇരുന്നേരും പാവത്തിനെ പോലെ ചോദിക്കണ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് ഞാൻ കണ്ട ചോദിക്കുക. വരട്ടെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വേറെ ആരെടുത്തും പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുള്ളൂ, അതിന്റെ വാക്കാണ്. ദേശം ഫസ്റ്റ് നിങ്ങളുടെ പറയുള്ളൂ. അച്ചടാ, എത്ര തങ്കപ്പെട്ട രീതിയിലാ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തല്ലേ. ഇതും കൂടി കണ്ടോളൂ. മുഖ്യമന്ത്രിയെ ഇ.ഡി. റെയ്ഡ് നടത്തുകയാണ്, എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ നിങ്ങൾ ഈ സൈഡിലെല്ലാം കാണുന്നത് നുണേശന്റെ നുണപ്രചരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരും കളിയാക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ സതീശൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൂക്കിത്തരമാണ് നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇരുന്ന് തരുമോ, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇരുന്ന് തരുമോ, ഞാൻ ഈ ഉത്തരം പറയാൻ ഇരുന്ന് തരുന്നത് പോലെ, ഇതാ കണ്ടോ ചോദ്യങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകിയ, പിന്നീട് ഓരോ ചോദ്യങ്ങൾക്കും എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നൊരു വി.ഡി. സതീശനെ നമ്മൾ കണ്ടു. വി.ഡി. സതീശൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമൊന്നുമില്ല. നല്ലൊരു നേതാവ് തന്നെയാണ്, ഒരുപാട് വിഷനുള്ള ഒരാൾ തന്നെയാണ്. എന്നാൽ കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു സംശയമുണ്ട്. ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ വിരളി പിടിച്ചുകൊണ്ട് വി.ഡി. സതീശനും പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കുറേയൊക്കെ കിടന്ന് മെഴുകിയിരുന്ന ആളുകളാണ് കോൺഗ്രസിൻ്റെ ആളുകളും അതേപോലെ തന്നെ മാധ്യമ പാപ്പരാസികളും.
അതിന് ഓരോ കാര്യങ്ങൾക്കും പിണറായി വിജയൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ആളുകളെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രമേ ചെല്ലാൻ പാടുള്ളൂ, നിങ്ങളെ വിളിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ നിങ്ങൾ ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ മറുപടി. പിണറായി വിജയൻ ഒന്നും ഇങ്ങനെ ഈ പറയുന്ന കള്ളമുഖം വെച്ചുകൊണ്ട് അല്ലെ കപട മുഖം വെച്ചുകൊണ്ട് കപട സ്വഭാവം വെച്ചുകൊണ്ട് കാണിക്കാറില്ല. എന്തെവിടെ പറയുന്നു എന്നുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അയാളെ കണ്ടുകൂടാത്ത രീതിയിലേക്ക് മാറാനായിട്ട് കാരണമായതും. എവിടെയും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു കർക്കശ സ്വഭാവക്കാരൻ തന്നെയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു സംശയമൊന്നുമില്ല. ചിലയിടങ്ങളിൽ കുറച്ച് ആത്മസമീപനം പാലിക്കേണ്ടിയിരുന്നു. പക്ഷെ അതിലും അദ്ദേഹം കുറച്ച് അതൊന്നും നോക്കാതെ താൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള എന്നെ സ്നേഹിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അയാൾ പെരുമാറി. ഇത് ശരിക്കും അയാളൊരു മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ടൊന്നും ഒരിക്കലും അല്ല. ഇത് ശരിക്കും അയാളൊരു മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് പെരുമാറിയ രീതിയൊന്നുമല്ല. അയാൾ അങ്ങനെ തന്നെയായിരുന്നു. അയാൾക്ക് ആരുടെയും മുന്നിൽ അഭിനയിക്കാൻ അറിയില്ല, ആരുടെയും മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കാൻ അറിയില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കാൻ മാത്രമേ അയാൾക്ക് അറിയുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ വി.ഡി. സതീശൻ ഈ രീതിയിൽ കിടന്ന് മെഴുകുന്നത് എന്തിൻ്റെ പേരിലാണ്? മാധ്യമപ്രവർത്തകരോട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് ചോദ്യങ്ങൾ വന്നാലും എല്ലാത്തിനും ഞാൻ ഉത്തരം പറയുമെന്ന് പറഞ്ഞൊരു വി.ഡി. സതീശൻ ഒരു കാര്യം ഒരു മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ അതുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. Court, the Honorable High Court granted the permission to investigate. We are saying that High Court is not right. High Court is ഇംഗ്ലീഷൊക്കെ wrong. കൊള്ളാം കേട്ടോ, അടിപൊളി. How can we say that the government and the Congress party, how can the Congress party say that? No. കുറച്ച് ഓടിച്ചു വിടാം. This is not that. Congress party and the UDF is having certain decisions on these stances. Yeah. That is why we have taken that decision. If governor is having some complaint, I will discuss with the governor, definitely. നോക്കിക്കോ. ഇപ്പൊ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. പോയി കഴിഞ്ഞു. അതായത് പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞതെങ്കിൽ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ട് ഇത്ര നേരം ഉറങ്ങുമായിരുന്നു ഇവിടെ ഇരുന്നുകൊണ്ട്. അതിനെ ഒരു പൂക്കി സ്റ്റൈൽ ആക്കുന്ന കുറച്ച് പാപ്പരാസികൾ അവിടെ ഇരിപ്പുണ്ട്. നാണമാവില്ലേടോ? ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്ത് അയാൾ ചോദിച്ച ചോദ്യമാണ് ഇത്രയും നേരം ഉറങ്ങുകയായിരുന്നു എന്നുള്ളത്. ഇതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മര്യാദ? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനായിട്ട് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഉത്തരം പറയാനായിട്ട് കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ആണത്തമില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറെ രീതിയിൽ എന്തെങ്കിലും പറയണം. അല്ലാതെ അവർ ഉറങ്ങുകയായിരുന്നോ, അവരെ വ്യക്തിഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതി അത്ര നല്ലതല്ല CMA. ഇതായിരുന്നില്ല പിണറായി വിജയന്റെ രീതി. ഈ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോഴും മെഴുകുന്ന കുറേ ആളുകളുണ്ട്. ഈ ആളുകൾക്കൊന്നും ഇതൊന്നും അറിയില്ലെന്നേ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടൊന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ എന്ത് ചെയ്താലും അത് തെറ്റാണ്. വി.ഡി. സതീശൻ ചെയ്യുമ്പോഴോ അതൊരിക്കലും ഒരു തെറ്റല്ല, ഒരിക്കലും തെറ്റാവില്ല. കാരണം അത് വി.ഡി. സതീശനല്ലേ ചെയ്യുന്നത്, പിണറായി വിജയൻ അല്ലല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. എന്ത് പറ്റിയോ എന്തോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അസിത സഹീർ എന്ന് പറയുന്ന പുലിക്കുട്ടി വി.ഡി. സതീശനിട്ട് നല്ല രീതിയിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. വി.ഡി. സതീശന്റെ ഈ തോന്നിവാസമൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് അസിത സഹീർ ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയുടെ കാണണ്ടേ? ഈ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കണം ഹാഷ്മി ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ, അല്ലെങ്കിൽ ഈ കേസൊന്നും മച്ചാൻ വിടാത്തതാണ്. മച്ചാൻ എല്ലാ കേസും ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ തോരാതെ സംസാരിക്കുന്ന ഒരാളാണ്, ഭയങ്കര വായ്ത്താളമുള്ള ഒരാളാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ആ കേസ് വിട്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെന്തായാലും എടുത്തുകൊണ്ട് അസിത സഹീർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അസിത പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് എന്തായാലും കേൾക്കാം. എല്ലാ മാധ്യമ പാപ്പരാസികളെയും വെച്ച് നോക്കുമ്പോൾ ഈ അസിത ഒരുപാട് ഭേദമാണ്. അസിതയും അരുൺകുമാറും ഒക്കെ ഒരുപാട് ഭേദമാണ്. അവരൊന്നും കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാണെന്ന് പറയുന്ന ആളുകളല്ല. തൻ്റെ മുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ അതേ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു താല്പര്യാർത്ഥം അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനോട് കൂടി വാർത്ത അല്ലെങ്കിൽ ജേർണലിസം തിരഞ്ഞെടുത്ത ആളുകളാണ് അസിതയും അതേപോലെ തന്നെ അരുൺകുമാറും എന്നുള്ളത്. ഇവരുടെ വാർത്താ അവതരണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അസിത സഹീർ എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞങ്ങൾ തന്നെ ഉന്നയിച്ച ആരോപണത്തിലെ അന്വേഷണം വേണ്ടെന്ന് പറയാൻ ഞങ്ങൾക്കാകില്ലല്ലോ എന്ന എന്ത് നിഷ്കളങ്കമാണ്
നിങ്ങളെ വിശേഷിപ്പിക്കാൻ കാരണം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ കെട്ടിപ്പടുത്തൊരു സർക്കാരിനെ സംഘവിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിന്നൊരു നേതാവിനെ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിലൂടെ ജയിലിലടച്ച് അവിടെ BJPക്ക് വഴിവെട്ടിയ നിങ്ങളെ ജനാധിപത്യ ഇന്ത്യ മറക്കില്ല സാർ. നിങ്ങൾ ഉന്നയിച്ച ആരോപണം കോടതി ചവറ്റുകുട്ടയിലെറിഞ്ഞിട്ടും അതേ ആരോപണം മറ്റൊരു നേതാവിനെതിരെ പിണറായി വിജയനെതിരെ ഉന്നയിച്ച രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ സഖ്യത്തിന്റെ കൂടി പ്രതിപക്ഷ നേതാവിനെയും മറക്കില്ല സാർ ഈ രാജ്യം. മറുപടി പറയാനുള്ള സമയം താങ്കൾ തീരുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ റെഡിയാണല്ലോ എന്ന പൂക്കിത്തരം കയ്യിൽ വ്യക്തമായിരുന്നു. ഇന്നും വിമർശിക്കുന്നത് കേട്ടു പിണറായി വിജയന്റെ ശൈലിയെ. പുറത്താക്കി വാതിലടക്കുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വാർത്താസമ്മേളനത്തിലാണ്. കേന്ദ്രവുമായി നല്ല ബന്ധം പുലർത്താൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് തിരിച്ചറിവ് നല്ലത് തന്നെ. പക്ഷേ മുൻ സർക്കാരിനെ കുറിച്ച് ഇതായിരുന്നില്ലല്ലോ സാർ നിലപാട്. മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചാൽ അപമാനത്തിന്റെ തീവ്രത നോക്കി കേസെടുക്കാമത്രേ. പക്ഷേ മുൻ സർക്കാരിന്റെ കാലത്ത് ഇതായിരുന്നില്ലല്ലോ സാർ നിലപാട്. കേന്ദ്രത്തിനെതിരെ ഒരു വലിയ വിമർശനമില്ലെങ്കിൽ തീരായിരുന്നല്ലോ സാർ മുൻ സർക്കാരിന്റെ കാലത്ത്. ഇപ്പോൾ എന്താണ് നിലപാട്? ഇതുവരെ ഇല്ലാതിരുന്ന ജാതിവാൾ തിരികെ കയറ്റിയത് മുതൽ പെരുന്നാൾ ദിനത്തിലും പാവപ്പെട്ടവന്റെ കയ്യിൽ പെൻഷൻ എത്താത്തത് വരെ നിലപാടെന്ന ഒന്നുണ്ടോ സാർ? എൻ്റെ പൊന്ന് അസിത സഹീർ മേഡം, ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. കാരണം ഈ മാധ്യമ പാപ്പരാസികൾ എല്ലാവരും അടിമകളാണ്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് VD സതീശന്റെ മുൻപിൽ പോയി ഇങ്ങനെ കുനിഞ്ഞോച്ചാനിച്ച് നിൽക്കാൻ മാത്രമേ ഇവന്മാരെ കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള 1000 മാധ്യമ പാപ്പരാസികൾക്ക് ആരാ അസിത സഹീർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏതവൻ വന്നാലും ഏതവളന്മാർ വന്നാലും അസിത സഹീർ ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. കാരണം കൊടുക്കേണ്ട ഇടത്ത് കൊടുക്കേണ്ട രീതിയിൽ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ കൊടുത്തുകൊണ്ടാണ് അസിത രംഗത്തേക്ക് വന്നിരിക്കുന്നത്. സ്മൃതീശൻ ഇപ്പോഴും മെഴുകലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മെഴുകലുകളുമായിട്ടൊക്കെയാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് VD സതീശനെതിരെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്ന ഒരാളിനെ, ഒരു പ്രിൻസിപ്പലിനെ, സർക്കാർ സ്കൂളിലെ ഒരു പ്രിൻസിപ്പലിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പൊ അതിനെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ട് അസിത സഹീർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഇരുന്ന് ഇപ്പൊ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിനെ ന്യായീകരിച്ച് മെഴുകുകയാണ് സ്മൃതി പരുത്തിക്കുരു. അപ്പൊ ഇപ്പോൾ അസിത പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഈ VD സതീശനെതിരെ എന്തെങ്കിലും പോസ്റ്റ് പങ്കുവെച്ച് കഴിഞ്ഞാൽ, അല്ലെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയാ കേസെടുക്കാമെന്നുള്ളൊരു ഒരു 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 പുതിയ കാര്യം ഇവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും വിമർശനങ്ങൾ തങ്ങൾക്കെതിരെ വരരുത്. ഇതായിരിക്കണം ഇവരുടെ അജണ്ട, അല്ലെ അത് തന്നെയാണ് അവരുടെ അജണ്ട. പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളായിരുന്നു, AI ക്രിയേറ്റഡ് എന്തൊക്കെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, എത്രയൊക്കെ പേരുടെ ഫോട്ടോസ് വെച്ചിട്ടായിരുന്നു പിണറായി വിജയനെതിരെ ഓരോ കാര്യങ്ങളും കൊണ്ടുവന്നത്. പിണറായി വിജയനെ തന്നെ ഒരുമാതിരി വൃത്തികെട്ടൊരു ഭൂതമാക്കിയൊക്കെയല്ലേ ചിത്രീകരിച്ചത്. എന്നിട്ട് അന്നൊന്നും പിണറായി വിജയൻ ഈ പറയുന്ന കേസുമായിട്ടൊന്നും മുന്നോട്ട് പോയില്ല. കേസെടുക്കാനായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. എന്ത് വേണമെങ്കിലും അയാൾക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ അതൊന്നും അയാൾ ചെയ്തിട്ടില്ല. അധികാരത്തിന്റെ ദുർവിനിയോഗം അയാൾ നടത്തിയിട്ടില്ലെന്ന് സാരം. ഇപ്പൊ ഈ ഒരു അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് VD സതീശൻ വിമർശിക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും എല്ലാം എടുത്ത് ജയിലിലിടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ VD സതീശ ഞങ്ങളിവിടെ പ്രതികരിക്കുക തന്നെ ചെയ്യും. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് എടുത്തു പറയുക തന്നെ ചെയ്യും. ഈ നാട്ടിലെ ജനങ്ങൾ ആരുടെയും അടിമകളല്ല. ഈ നാട്ടിലെ ജനങ്ങൾ കഴുതകളുമല്ല. അവരുടെ കൺമുൻപിൽ കാണുന്ന എന്താണെന്നും അവരുടെ കൺമുൻപിൽ കാണുന്ന സത്യവും അല്ലെങ്കിൽ കള്ളവും എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ നിങ്ങളൊരു ചായം പൂശിയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റ് എടുത്തിട്ടിട്ട് ആ പ്ലേറ്റിൽ കാണുന്നതാണ് ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ നിങ്ങളെ താങ്ങി നടക്കുന്ന കുറെ കൊങ്ങി അടിമകൾ കാണും. ആ കൊങ്ങി അടിമകളെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. അല്ലാതെ കേരളത്തിലെ എല്ലാ ജനങ്ങളെ ആ കൂട്ടത്തിൽ കൂട്ടാൻ നോക്കരുതേ. സതീശൻ ജി, നിങ്ങളെ വിമർശിക്കുന്നവരെ പിടിച്ചകത്തിടാമെന്നുള്ളൊരു വ്യാമോഹമൊക്കെ രണ്ടായിട്ട് മടക്കി കുത്തിയും കയ്യിൽ വെച്ചാൽ മതി. ഇപ്പൊ ഇതാ ആ ഒരു അധ്യാപികയുടെ ജോലി കൂടെ കളഞ്ഞിരിക്കുകയാണ്. VD സതീശൻ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇനി നാളെ നമുക്കെതിരെ വേണമെങ്കിൽ എന്തെങ്കിലും കേസൊക്കെ വരാം. എന്തായാലും കേസുകളൊക്കെ വരട്ടെ, നമുക്ക് നോക്കാം. ഈ നാട്ടില് എല്ലാ ജനങ്ങൾക്കും പ്രതികരിക്കാനുള്ള ശേഷിയുള്ളൊരു നാടാണ്. അല്ലാതെ ഈ UP ബീഹാറോ ഒന്നുമല്ല. മേ ബി ഇത് UP ബീഹാറോ ആക്കാൻ വേണ്ടിയിട്ടുള്ള VD ED അല്ലെങ്കിൽ VD മോഡി ബന്ധം അല്ലെങ്കിൽ ആ ഒരു സഖ്യം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ.